ആദ്യം തന്നെ ഗോളടിച്ചത് തെറ്റായി പോയോ എന്ന് തോന്നിക്കാണും ഫ്രാൻസിന്. പിന്നിലായ സ്പാനിഷ് കഴുകന്മാർ പ്രതികാരദാഹത്തോടെ പറന്നെടുത്തു. മിനിറ്റുകൾക്കകം അതിഗംഭീരമായ 2 ഗോളടിച്ച് മുന്നിൽ കടന്നു. ഫൈനലിൽ ആര് കളിക്കുമെന്ന് അവിടെ നിശ്ചയിക്കപ്പെട്ടു. 90 മിനിറ്റും ആവേശം നിറഞ്ഞൊരു സെമി പോരാട്ടം. ഒത്ത എതിരാളികളുടെ നേർക്കുനേർ പോരിൽ കാൽപന്തിന്റെ വശ്യകാഴ്ചകൾ നിറഞ്ഞു തുളുമ്പി. യൂറോ 2024 ഏറ്റവും നല്ല മത്സരം. യൂറോപ്പിന് സുന്ദരമായ ഫുട്ബോൾ കാണിച്ചു കൊടുക്കുന്ന പുതിയ സ്പാനിഷ് ടീം അവതരിച്ചതിന്റെ പേരിലാകും യൂറോ 2024 അറിയപ്പെടുക. അത്ര മനോഹരമായാണ് ഈ ടീം പന്ത് തട്ടുന്നത്. കാണാൻ അഴകുള്ള, ആസ്വാദകരെ ആവേശത്തിലാക്കുന്ന പ്രകടനം. പൂർണ്ണതയേറിയ ആക്രമണ ഫുട്ബോളാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. സർവ്വമേഖലയിലും എതിരാളിയേക്കാൾ മുന്നിലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റത്തിലെ കൗമാര വിസ്മയങ്ങളായിരുന്ന പ്രകടനശേഷിയുള്ള പടക്കോപ്പുകൾ ലാമിൻ യമാലും നിക്കോ വില്യംസും. അതിഗംഭീര ഗോൾ കുറിച്ച യമാൽ മത്സരത്തിലെ താരവുമായി. മധ്യനിരയിൽ എല്ലാം നിയന്ത്രിച്ച് റോഡ്രിയും ഫാബിയാൻ റൂയിസുമായിരുന്നു സ്പാനിഷ് അർമാഡയുടെ എഞ്ചിൻ റൂം. അടിക്കാനും തടുക്കാനും ഇരുവരും ഒരുപോലെ മുന്നിട്ടിറങ്ങി. കളി നിയന്ത്രിച്ച റോഡ്രിയുടെ പ്രകടനത്തിലെ ആധികാരികത ടീമിന് പകർന്ന ആത്മവിശ്വാസം അളവറ്റതാണ്. ഒരു ഗോൾ കുറിച്ച ഓൾമോയും റോൾ ഭംഗിയാക്കി. ഗ്രീസ്മാനു പകരം ആദ്യ ലെവലിൽ ഡെംബലെ ഇറക്കിയ ഫ്രഞ്ച് പരിശീലകൻ ദശാമിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമായിരുന്നു. കാർവഹാലിൻ്റെ അഭാവത്തിൽ പ്രതിരോധത്തിൻ്റെ വലതുപാർശ്വം കാക്കാനിറങ്ങിയ ജീസസ് നവാസിൻ്റെ പ്രായക്കൂടുതൽ മുതലെടുക്കുക. ആദ്യ 10 മിനിറ്റ് ആ തന്ത്രം ജയിച്ചുവെന്ന തോന്നൽ ഉയർത്തി. 8-ാം മിനിറ്റിൽ ഫ്രാൻസ് ഗോൾ അടിച്ചു. എംബാപ്പെ ഉണർന്നു കളിച്ച അപൂർവ സന്ദർഭം. കോളോമുവാനിക്ക് വലതുവിങ്ങിലേക്ക് കുത്തിയിടാൻ പാകത്തിന് നൽകിയ പാസ് ഒന്നാന്തരമായിരുന്നു. പക്ഷേ അത് സ്പെയിൻ ഷോക്കായി. പിന്നീടൊരു കുതിപ്പാണ് കണ്ടത്. വിങ്ങുകൾ ഭദ്രമാക്കാൻ ഫ്രാൻസ് അമിത ശ്രദ്ധ നൽകിയപ്പോൾ ഒത്ത മധ്യത്തിലെ വിടവുകൾ റോഡ്രിയും ഓൾമോയും കൃത്യമായി മുതലാക്കി. 10 പേരും ഒരുപോലെ കയറി കളിക്കാൻ ധൈര്യം കാണിച്ചു. ഫ്രഞ്ച് പകുതിയിലായിരുന്നു ഏറെ നേരവും പന്താട്ടം. ആദ്യ കുതിപ്പുകൾ തന്നെ സമനിലയും മേധാവിത്വവും നൽകാൻ കെൽപ്പുള്ളതായി. ടൂർണമെന്റിലെ ഏറ്റവും മികച്ചതെന്ന് പേരെടുത്ത ഫ്രഞ്ച് പ്രതിരോധം ആദ്യമായി പതറി. മധ്യനിരയിൽ കാൻ്റെ പതിവ് ഫോമിലായിരുന്നില്ല. ചുവാമേനി അധ്വാനിക്കാൻ മടിച്ചു. ഗോളടിക്കാൻ മിടുക്കില്ലാത്തത് തന്നെയാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഒപ്പം ഒട്ടും രസിപ്പിക്കാത്ത ദശാമിൻ്റെ കളിശൈലിയും.